നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഫോഴ്സിൻ്റെ അർബാനിയ എന്ന ന്യൂ മോഡൽ വാഹനത്തെ പറ്റിയാണ്. ന്യൂ മോഡൽ എന്ന് വെച്ചാൽ 1 ഇയറായി വണ്ടി ഇറങ്ങിയിട്ട് അർബാനിയ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇറക്കിയേക്കുന്നത്. ബെൻസിൻ്റെ കൊളാബറേഷനിൽ ഫോഴ്സ് ഇറക്കുന്ന എല്ലാ വാഹനത്തിനും എഞ്ചിനിൽ കൊളാബറേഷൻ ഉണ്ടെങ്കിലും ഫോഴ്സ് ഇറക്കുന്ന ഏറ്റവും പുതിയ മോഡൽ വാഹനമാണ്. അതായത് അവരുടെ മോഡൽ വരെ അതേ രീതിയിൽ പകർത്തിയാണ് ലൈസൻസോട് കൂടി അവർ ചെയ്തേക്കുന്നത്. നമ്മൾ വിദേശങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു മോഡലാണ് ഈ അർബാനിയയ്ക്ക് നമ്മളിപ്പോൾ കാണുന്നത്. ലൈറ്റ് ഇതിൻ്റെ ഫ്രണ്ടെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ ഫ്രണ്ട് വശം കണ്ട നമ്മൾ ഈ ഇവിടെ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനൊരു മോഡൽ വണ്ടി ഇന്ത്യയിൽ ഇത്രയും മനോഹരമായൊരു വണ്ടി ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ വേണം പറയാം. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ വണ്ടി. ഫോഴ്സിൻ്റെ ആണെന്ന് നമ്മൾ ഫോഴ്സിൻ്റെ മറ്റു മോഡൽ ടെമ്പോ ട്രാവൽ നമ്മൾ കണ്ട് ശീലിച്ചതുകൊണ്ടാണ് ഫോഴ്സിൻ്റെ ആണെന്ന് വിശ്വസിക്കാൻ പാട്. കാരണം കൂടുതൽ ലോഗോയും അർബാനിയയുടെയാണ്. അർബാനിയയുടെ ഭാഗം എല്ലായിടത്തും വെച്ചാൽ അവർ അർബാനിയൻ തന്നെ അതിനെ അനൗൺസ് ചെയ്ത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അർബാനിയാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റോട് ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മെൻഷൻ ചെയ്തേക്കുന്ന അർബാനിയാണ്. ബാക്കിൽ മാത്രമേ ഫോഴ്സിൻ്റെ പേര് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ലൈറ്റ് ആയിക്കോട്ടെ എല്ലാം അതിൻ്റെതായ ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ വണ്ടി. ഇതിൻ്റെ ഹൈറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹൈറ്റ് നമുക്ക് വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മളെ അർബാനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ്. സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു പ്രീമിയം കാർ ഓടിക്കുന്നതിൻ്റെ അതേ ഫീലിംഗ് തന്നെയാണ് നമുക്കിത് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. സാധാരണ ഫോഴ്സിൻ്റെ വാഹനങ്ങൾ പോലൊരു സിസ്റ്റമേ അല്ല അർബാനിയയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ തന്നെ ഇതിൻ്റെ അത്രയ്ക്ക് സ്മൂത്താണ്. നമ്മളിപ്പോൾ ഒരു കാർ ഡ്രൈവ് ചെയ്യും, അത്ര സൈലൻസ് ഉണ്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സൈലൻസോട് കൂടി കഴിഞ്ഞാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. ഈ സൈലൻസ് നമുക്കൊരു ഫീൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു കാർ ഓടിക്കുന്നതിൽ അതേ ആ ഒരു ഇതാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മളൊരു ഇടുങ്ങിയ റോഡിൽ കൂടെയാണ് പോകുന്നത്, വിശാലമായ റോഡൊന്നുമല്ല. പക്ഷെ നമുക്ക് ഇതിനകത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കിതിനകത്തിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സിസ്റ്റമാണെന്ന് പറഞ്ഞാലും കെൻവുഡിൻ്റെ ഒരു സിസ്റ്റം ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്. കാരണം ഇത് നമ്മൾ ഈ വണ്ടിയിൽ അഡീഷണലായിട്ട് ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതിലും ആപ്പിളിൻ്റെ കാർപ്ലേ, കെൻവുഡ് സിസ്റ്റം, എല്ലാ സിസ്റ്റങ്ങളും ഇതിനകത്ത് ഇൻബിൽട്ടാണ്. നമ്മൾ ഇതിനകത്തിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് ഈ അർബാനിയയുടെ ഒരു പ്രത്യേകത. നമ്മൾ കണ്ടതിൽ വെച്ച് ഒരു മികച്ചമായ ഒരു വാഹനം എന്ന് തന്നെ പറയാതിന് നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ ഇവിടെ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ഇപ്പോൾ നിലവിൽ ഏറ്റവും മികച്ചമായിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് അർബാനിയ. ഇതൊക്കെ ബാക്ക് ഡോറാണ്. നോക്കൂ, നമ്മൾ സാധാരണ സ്ലൈഡിംഗ് ഡോർ വരുന്നുണ്ടേ അതിന് ഭയങ്കരമായ കട്ടി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രയും സ്മൂത്തായ ഒരു സ്ലൈഡിംഗ് ഡോറുള്ള വണ്ടി വിദേശീയത എന്ന് പറഞ്ഞാൽ ഈ സീറ്റിംഗ് ആണ്. ഈ സീറ്റിംഗ് നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ പുഷ് ബാക്ക് സീറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും ഫോൾഡ് ചെയ്ത് സുഖമായിട്ടിരിക്കാൻ പറ്റും ഈ സീറ്റിൻ്റെ ഇതിൽ. കിട്ടിക്കോട്ടെ ഹാൻഡിൽ മാറ്റാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ സ്പേസ് കാണുക. ഈ സ്പേസ് ആണ് ഇതിനെ ടെമ്പോ ട്രാവലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 17 സീറ്റ് വണ്ടിയാണിത്. ഈ 17 സീറ്റ് വണ്ടിയിലും ഓരോ യാത്രക്കാരനും കയറി ഇറങ്ങാൻ ഉള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ്. ഇതിൻ്റെ റൂഫ് ഇത് ടെമ്പോ ട്രാവലിനെ അപേക്ഷിച്ച് വളരെ വ്യത്യാസം കൂടുതലാണ്. ഈ റൂഫ് ഹൈറ്റ്, റൂഫിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഈ രണ്ട് സൈഡിലും നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇൻബിൽറ്റാണ്, ഒന്നും എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നതില്ല. ഈ സീറ്റിൻ്റെ ഫുട്ടിൻ്റെ അളവ് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതാണ്. കയറി ഇറങ്ങുന്നത് മറ്റത് കാലും മടക്കി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് നമ്മളിത്ര സ്മൂത്തായിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങുന്നത് അത് നിങ്ങൾ കുറച്ച് വ്യക്തമാക്കി തരാം. ഈ ഒരു സീറ്റില്ല, ഇതിപ്പോൾ സീറ്റായിട്ട് ഇങ്ങനെ ഇടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ടെമ്പോ ട്രാവലിൽ കയറുവാണെങ്കിൽ പണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇത് ഇത്രയും നമുക്ക് ഇറങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ഇതിൻ്റെ ആ ഒരു സ്പേസിനെയാണ് കാണിക്കുന്നത്. ഇത്രയും സ്പേസ്. ഇതിൻ്റെ ഇൻബിൽട്ടായിട്ട് വരുന്ന TV-യുടെ സിസ്റ്റം കൂടെ ഞാൻ കാണിച്ചു തരാം. TV സൗണ്ട് സിസ്റ്റം ഇതെല്ലാം ഇതിൻ്റെ ഇൻബിൽട്ടാണ്. കാര്യങ്ങൾ നമ്മുടെ TV ഇത് ഓപ്പൺ ആക്കുന്നത് ഇത്ര സിമ്പിളായിട്ടാണ്. എല്ലാം ഇൻബിൽട്ടാണ്, ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ല. സുഖമായിട്ടിരുന്ന് TV കാണാം. ഇത് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നു. ചാരി ഇരുന്നാലും നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്നു, അല്ലെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് സിസ്റ്റം കൺട്രോളും എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ബോക്സസ് ഇവിടെ ഇരിപ്പുണ്ട്. AC വെൻറ്റുകൾ എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ തന്നെ നമുക്ക് AC വെൻറ്റ് കാര്യമായിട്ടുള്ളത് കൊണ്ട് എല്ലായിടത്തും ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കൂളിങ്ങിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലായിടത്തും AC വെൻറ്റ് ഉണ്ട്, സുഖമാണ്. ഇതിൻ്റെ ഏറ്റവും ബാക്കിലെ സീറ്റും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇരിക്കുന്നത് ഇതിന് മാത്രം ഫ്ലിപ്പില്ലെന്നേ ഉള്ളൂ, നമുക്കിവിടെ സുഖമായിട്ടിരിക്കാൻ പറ്റും. സൈഡ് എനിക്ക് 4 സീറ്റുണ്ട്. സ്പേസാണ് ഇതിനകത്തിലെ മുഖ്യം സാറേ. സ്പേസാണ് പ്രധാനം. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇതിൽ സ്പേസ് ഭയങ്കരമാണ്. നോക്കിയാൽ നിന്ന് കഴിഞ്ഞാൽ കയറി നിന്നാൽ ഒന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ സ്മെല്ല് ഉണ്ടാകുന്ന സമ്പ്രദായങ്ങൾ സൂക്ഷിക്കുക. കാരണം ഫുൾ ക്ലോസ്ഡ് ആണ്. ഛർദ്ദിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഫുൾ AC.
ഗ്ലാസ് ആക്കാനൊക്കത്തില്ല, പെട്ടെന്ന് ഗ്ലാസ് തുറക്കാനൊക്കത്തില്ല. ഇങ്ങനെയുള്ള ഇതുണ്ട്. അത് അങ്ങനെയുള്ളവർ ചൂസ് ചെയ്യാതിരിക്കുക. ബാക്കി യാത്രികർക്ക് കാഴ്ച കാണാനും കുടുംബപരമായി ടൂർ പോകാനും എല്ലാം അതിമനോഹരമായ ഒരു വാഹനം തന്നെ ഇതിനെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കേസിൽ ഇത്രയും സ്ലൈഡിംഗ് ഡോറുള്ള ഒരു വണ്ടി അതിമനോഹരമായിട്ടാണ്. ഇതിന് ഫ്രണ്ടിൽ 2 സീറ്റുണ്ട്, ഡ്രൈവർ സീറ്റ്. ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറയോ കാര്യങ്ങളൊന്നുമില്ല, ഓപ്പണാണ്. ഈ ഫുൾ AC ഉള്ള ഈ വണ്ടി, ഈ ഫുൾ AC ആയതുകൊണ്ട് ഈ വണ്ടിക്ക് വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സാണ്. അത് ഭയങ്കരമായ കാഴ്ചയാണ്. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർക്ക് ചുറ്റോട് ചുറ്റും ഈ വലിയ വലിയ ടൂറൊക്കെ പോകുന്ന പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പോകുന്നവർക്കാണെങ്കിൽ സുഖമാണ്. ഈ ഗ്ലാസ് കണ്ടോ, ഇവിടെ വരെ ഗ്ലാസ്സാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വേറെ കാര്യം, ഛർദ്ദിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരൊന്നും ഇതിൽ കയറാതിരിക്കുക. കാരണം ചിലർക്കുണ്ട് വാഹനത്തെ കയറി പറഞ്ഞാൽ ഛർദ്ദിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. അത് തോന്നലാണ്, മനുഷ്യരെ കുറ്റം പറഞ്ഞതല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവരുണ്ട്. അവരൊന്നും ഈ വാഹനത്തിൽ കയറാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിന് ഫുൾ ഗ്ലാസ്സാണ്, ഫുൾ AC ആണ്. ടയറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. 65-16 ടയർ സൈസ്, നല്ല സൈസാണ്. അലൈവിലല്ല, സാധാ ഡ്രമ്മാണ്. ഗ്ലാഡിങ് എല്ലാം ഉണ്ട്. പിന്നെ കളർ വേരിയൻ്റ് ഉണ്ട്. ഇതിന് 10 സീറ്റ് മുതലുള്ള വണ്ടിയുണ്ട്. 2-3 കളർ വേരിയൻ്റ് ഉണ്ട് ഇതിന്. നല്ല വൈറ്റ് കളർ. ഇത്രയും സ്മൂത്തായിട്ട് ഇറങ്ങാൻ പറ്റുന്ന, എനിക്ക് ഹൈറ്റ് നോക്കി ഇതുപോലൊരു വണ്ടി. ആ സ്ലൈഡിംഗ് ഡോറിൻ്റെ സ്മൂത്ത്നെസ് അത്രത്തോളം ഇതാണ്. നമ്മുടെ ഒമ്നി അടയ്ക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റും സ്ലൈഡിംഗ് ഡോറിൽ ഈ വണ്ടി. അത്രയ്ക്ക് മനോഹരമാണ് ഇതിൻ്റെ നിർമ്മാണം മൊത്തം. അതിമനോഹരമാണ് ഇത് കാഴ്ചയിൽ തന്നെ. കാരണം ഇതിൻ്റെ ഫിനിഷിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ബെൻസിൻ്റെ മോഡലിൻ്റെ അതേ പകർപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ സീറ്റിലൂടെ കയറുവാണെങ്കിൽ ടെമ്പോ ട്രാവലിനും മറ്റു വാഹനങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു സിസ്റ്റമാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഇരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗിയർ സിസ്റ്റം ഇരിക്കുന്നത് ഈ ഡാഷിൻ്റെ താഴെയായിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വലത് സൈഡ് ചേർത്ത് എവിടെയെങ്കിലും ഒരു വാഹനം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് ഇറങ്ങാനുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ പല വണ്ടിയിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പ്രേക്ഷകർ. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ വണ്ടി ഒതുക്കി കഴിഞ്ഞിട്ട് ഇറങ്ങുക, എന്നിട്ട് ഗിയറിൻ്റെ മണ്ടയിൽ കൂടെ കാല് വെച്ച് ഇറങ്ങുക, അങ്ങനത്തെ സിസ്റ്റമുണ്ട്. ഈ വണ്ടിയെ സംബന്ധിച്ചോളം ഇവിടെ ഈ 2 സീറ്റ് ആയതുകൊണ്ട് ഗിയർ മേളിലായതുകൊണ്ടും നമുക്ക് ഇവിടുന്ന് ഇത്രയും സ്മൂത്തായിട്ട് തന്നെ വെള്ളിലോട്ട് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു ഘടകമായിട്ട് ഞാൻ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമാണ്. പിന്നെ ഇന്റീരിയറിൽ ഇതെല്ലാം ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. AC ഫിറ്റിങ്സ്, AC, റൂഫ് AC, TV ഇതെല്ലാം ഇന്റീരിയറിലുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ കണ്ടല്ലോ, അതിമനോഹരമായ സ്റ്റിയറിംഗ് വീൽ. അതേ ഫോഴ്സിൻ്റെ എംബ്ലം ഉണ്ട്. ബാക്കി സ്വിച്ചുകളെ കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ ഇതിലുണ്ട്. AC സ്വിച്ചുകൾ, ഫ്രണ്ട് 2 ഡോറ് താക്കുന്നതിനുള്ള AC സ്വിച്ചുകൾ, പിന്നെ ഇങ്ങോട്ടുള്ള ഗിയർ ബോക്സ്, നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കെൻവുഡിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. കെൻവുഡ് സിസ്റ്റം ആപ്പിളിൻ്റെ ഡ്രൈവ് ആണെന്ന് തോന്നുന്നു. ആപ്പിൾ ഡ്രൈവ്. ബാക്കി എല്ലാത്തിനും ബാക്കിലോട്ടുള്ള ലൈറ്റിനുള്ള സ്വിച്ചുകൾ, റീചാർജിങ് പോർട്ടുകൾ, ബോട്ടിൽ ഹോൾഡറുകൾ, ഡോക്യുമെൻ്റ് വെക്കാനുള്ള USB കണക്ഷൻ, ആദ്യം മുതലായ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. റിയർ ACയുടെ സ്വിച്ച് ഈ വരുന്നതാണ്. റിയർ ACയുടെ സ്വിച്ച് ഇതിവിടെ ഓൺ ചെയ്ത് നമ്മൾ സാധാരണ വണ്ടി നിർത്തുമ്പോൾ സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. റിയർ AC സ്വിച്ച് അത് ഡ്രൈവർക്ക് അവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിയർ സ്വിച്ച്. കാരണം ഇത് ഇതിൻ്റെ എൻജിന് ഞാനൊന്ന് കാണിച്ചു തരാം. എൻജിൻ വ്യൂ. ഇത് ബെൻസിൻ്റെ എൻജിനാണ്. ബെൻസ് കൊളാബറേഷനിൽ വരുന്ന എൻജിൻ തന്നെയാണ്. 2596 cc എൻജിനാണ്. ഹൈഡ്രോളിക് ക്ലച്ചാണ്, ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ബെൻസ് 2000 വരുന്ന ബെൻസിൻ്റെ എൻജിൻ തന്നെയാണ്. ഫോഴ്സിന് വന്നുകൊണ്ടിരിക്കുന്നതും ബെൻസിൻ്റെ എൻജിൻ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഫോഴ്സിൻ്റെ ട്രാവലറിന് വന്നിരിക്കുന്നതും ബെൻസിൻ്റെ കൊളാബറേഷൻ ആയിരുന്നു. ഇത് മാറ്റിയിട്ട് ഇപ്പോൾ കൂർക്കയ്ക്ക് വരുന്ന ആ എൻജിൻ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പരിഷ്കൃത രൂപമാണ്. ബെൻസ് കൊളാബറേഷൻ തന്നെ വരുന്ന 2596 cc എൻജിൻ. ബെറ്റർ എൻജിനാണ്, സൈലൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ഇത് ഫോഴ്സിൻ്റെ വണ്ടിക്ക് നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അതും ഇതിലെടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. 17 സീറ്റോട് കൂടിയ ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 36 ലക്ഷം രൂപ വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനം ഇന്ന് റിവ്യൂ ചെയ്യാൻ തന്നത് റോയൽ ട്രാവൽസ് പത്തനംതിട്ട ഓമന്തൂരാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാഹനമായുള്ള കോൺടാക്ട്സിന് അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. റോയൽ ട്രാവൽസിന് എൻ്റെ നന്ദി. അർബാനയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.